പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും, ദൈവത്തെ കണ്ടുമുട്ടിയ ഓരോ ദൈവമക്കളും ആഴമായി ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്, ലോകവും ലോകത്തിനുള്ളതിനെ നാം സ്നേഹിക്കരുത്, നാം സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്. സ്നേഹിക്കേണ്ട പോലെ ദൈവത്തെ സ്നേഹിച്ചാൽ ഇന്ന് നീ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പ്രശ്നം പരിഹരിക്കപ്പെടുവാനല്ല യേശുവിനെ സ്നേഹിക്കേണ്ടത്. പ്രശ്നമുണ്ടേലും ഇല്ലേലും യേശുവിനെ സ്നേഹിക്കണം. കുറച്ചുനാൾ പ്രാർത്ഥിച്ചത് കൊണ്ട് യേശുവിനെ ആഴമായി സ്നേഹിക്കണമെന്നില്ല. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നയാളാണ് പത്രോസ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പഴയ പടകും വലയും എടുത്തുകൊണ്ട് താൻ മീൻ പിടിക്കാൻ പോകുകയാണ്. രാത്രി മുഴുവൻ പിടിച്ചിട്ടും ഒരു കുഞ്ഞു മീനെ പോലും കിട്ടിയില്ല. അതിരാവിലെ കർത്താവ് ചോദിക്കുകയാണ്, വിട്ടുപോയവരോട് കർത്താവ് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കർത്താവ് പറഞ്ഞു വല വീശ്. അവർ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. വല വീശിയപ്പോൾ പെരുത്ത മീൻകൂട്ടം വലയിലകപ്പെട്ടു. കർത്താവ് അവർക്ക് കരയിൽ ഫിഷ് ബാർബിക്യൂ ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നിട്ട് കർത്താവ് ഇപ്പോൾ പിടിച്ച ചിലത് കൊണ്ടുവാ. കർത്താവ് ഉണ്ടാക്കിയ, കർത്താവ് ഒരുക്കിയ ഫിഷ് ബാർബിക്യൂ കഴിച്ചു. ചില മീനുകൾ കനലിൽ ഇപ്പോഴും വെന്തുകൊണ്ടിരിക്കുന്നു. പടക് നിറച്ച് മീന്. കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, നീ എന്താഗ്രഹിച്ചോ അത് നിന്റെ വയറ്റിലും നിന്റെ കൺമുമ്പിലും നിന്റെ പടകിലും നിറഞ്ഞു നിൽക്കുക. ഒരു ചോദ്യം, ഇവയിൽ അധികമായി നിനക്കെന്നെ സ്നേഹിക്കാൻ കഴിയുന്നു? ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്? അങ്ങനെ സ്നേഹിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്ന പോലെ ഉദിക്കും. ആ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നമുക്ക് ലോകസ്നേഹം വിടാം, ജഡസ്നേഹം വിടാം, ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, 70, 80, 90 വർഷം മാത്രമുള്ള ഞങ്ങളുടെ ഈ ഭൂമിയിലെ വാസത്തിൽ ലോകത്തെയോ ജഡത്തെയോ പാപത്തെയോ സ്നേഹിക്കാതെ ആഴമായി ദൈവത്തെ സ്നേഹിച്ച്, ദൈവവചനത്തെ സ്നേഹിച്ച്, ദൈവസാന്നിധ്യത്തെ ജീവിതത്തിൽ പകർത്തിയെടുത്തുകൊണ്ട് ജീവിക്കുവാൻ കൃപ കൽപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരനുഗ്രഹം ഉണ്ടാകാനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തെ സ്നേഹിക്കേണ്ട പോലെ നീ സ്നേഹിക്ക്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു.